നമുക്കറിയാം കേരളം കാത്തിരുന്ന ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു ഇത്. അതായത് വളരെ നാളുകളായി അതൊക്കെ എനിക്ക് പ്രത്യേകിച്ചിട്ട് പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാറില്ല. പാർട്ടിയാണ് എനിക്കെല്ലാം. പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഇമേജ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല, മൂവാറില്ല. പാർട്ടി പ്രവർത്തകന് വേദന ഉണ്ടാകുമ്പോൾ അതിന്റെ മനസ്സും വേദനിക്കും. പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എനിക്ക് വരും. ജനങ്ങളും പാർട്ടിയോടൊപ്പം നിൽക്കാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ അങ്ങനെ സൈബറിടങ്ങളിലൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം. അതിനകത്തെന്താ? അതൊക്കെ തന്നെ കേരളത്തിൽ ഞാൻ ഇന്ന് തുടങ്ങിയതാണോ രാഷ്ട്രീയം? കഴിഞ്ഞ 10-45 വർഷമായാലും ഒരു സുപ്രഭാതത്തിൽ മുളച്ചു വീണതാണോ? എത്രയോ വർഷങ്ങളായിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് ശക്തമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കടന്നാക്രമണത്തിൽ ഭയന്നോടുന്നവരാണോ നമ്മളെല്ലാം? ആക്രമിക്കട്ടെ, ഇനിയും ആക്രമിക്കട്ടെ. അവർക്ക് ആക്രമിക്കുന്നവർക്ക് സധൈര്യം തുടരാം. പക്ഷേ എന്റെ തീരുമാനം വളരെ ക്ലിയർ ആണ്. പാർട്ടിയാണ് വലുത്, ജനങ്ങളാണ് വലുത്. ആ തീരുമാനത്തിനനുസരിച്ച് എന്റെ പാർട്ടി ലീഡർഷിപ്പിനെ കുറിച്ച് എനിക്ക് അഭിമാനം എന്ന് പറഞ്ഞ് അങ്ങ് മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞ് ഫ്ലക്സ് വെച്ചവരുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ നിരാശയിലാണ്. അവരോട് എന്താണ് അങ്ങനെ പറയാനുള്ളത്? ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾ കുറെ ദിവസമായിട്ട് നിങ്ങളിങ്ങനെ വരും, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാൻ പറ്റാറില്ല. അതിന്റെ പ്രയാസമുണ്ട്. അവിടെ ഇന്ന് ചോദിക്കുന്നത് ഇപ്പൊ BJP ഒക്കെ ആക്ഷേപം ഉന്നയിക്കുന്നു. ലീഗിന്റെ സമ്മർദ്ദം എന്തുകൊണ്ട് വന്നു? അങ്ങനെ സമ്മർദ്ദത്തിന് BJPയുടെ ആക്ഷേപമൊക്കെ വെറും വെറുതെ BJPയുടെ ആക്ഷേപത്തിന് ഞാൻ മറുപടി പറഞ്ഞു. അവരെല്ലാ കാലത്തും കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന ജോലിയിൽ അവർക്കുള്ളൂ. അവർക്ക് വേറെ എന്താ ആക്ഷേപം? സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള UDFന്റെ ലീഡർഷിപ്പിന്റെ അല്ല കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ തീരുമാനമാണ്. നല്ല ചോദ്യം. യെസ്.